നമ്മുടെ വീട്ടിൽ കൊക്കട്ടീലിൻ്റെ മുട്ട വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കിളികൾ ഏകദേശം ഇത്രയും വലുതായിട്ടുണ്ട്. കിളികളുടെ വളർച്ച കാണിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് തോന്നുന്നുണ്ടോ? നമ്മളൊരു കമ്പിട്ട് ചികഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നിറച്ച പുഴുക്കളാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ കിളിക്കൂട് ബ്രീഡിംഗ് ബോക്സ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പുഴുക്കൾ വന്ന് കിളികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാനും കിളികൾ ചത്തു പോകാനൊക്കെ കാരണമാവും. ഇതിന് മുമ്പ് നമ്മൾ ഇതിനേക്കാളും വലിയ പുഴുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് മാറ്റി ക്ലീനെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ബ്രീഡിംഗ് ബോക്സ് എടുത്തിട്ട് അതിലേക്ക് കിളികളെ മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അറക്കപ്പൊടി ഇടരുത്, ചിന്തേരി പൊടി തന്നെ ഇടണം. അപ്പോൾ കിളികളുടെ വളർച്ച ഞാനൊന്ന് കാണിച്ചിരുന്നത് ഇത്രയും വലുതായിട്ടുണ്ട്. സൈസ് ചിറകിലെ തൂവലും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മളെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യണമെങ്കിൽ കിളികൾ നമ്മളോട് നല്ലപോലെ ഇണങ്ങും കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം അതിന് മുതിർന്നില്ല. കാര്യം നമ്മുടെ ആദ്യത്തെ ക്ലച്ച് പിടിച്ച് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായതാണ്. രണ്ടാമത്തെ പ്രാവശ്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞ്. അത് ഗ്രേ ആണ്. ആദ്യത്തെ ലുട്ടിനുമാണ്. ഇത് രണ്ടും ഒരു കിളിക്ക് തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കിളികളെ വളർത്തുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.